ഹലോ ഗൈസ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IAS എക്സാം അല്ലെങ്കിൽ UPSC എക്സാം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരിക്കും ആ ഫസ്റ്റ് അറ്റംപ്റ്റ്. കാരണം നിങ്ങൾ പുതിയതായിട്ട് വന്നതാണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എവിടെയെങ്കിലും, അവിടെ നിന്ന് നിങ്ങൾ വരുന്നതായിരിക്കും. സോ സിലബസ് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിരിക്കും. ബുക്ക് ലിസ്റ്റ് ആണെങ്കിലും ആ ഒരു ടൈം ടേബിൾ ആയിട്ട് മാനേജ് ചെയ്യാനും റിവിഷൻ, ടെസ്റ്റ് പ്ലാനിങ്, ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫ്രഷ് ആയിരിക്കും, ഭയങ്കര പുതിയതായിരിക്കും. സോ ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഫുൾ റോഡ് മാപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഇൻ ദ ബിഗിനിങ് ഫേസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ ആണ് നമ്മളിങ്ങനെ ആ സമയത്തൊന്നും നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം, ഇതാണ് ചെയ്യേണ്ടത്, ഈ മിസ്റ്റേക്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഒരു കാര്യം പറയാം, ഡയറക്ഷൻ നമ്മൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ പയ്യെ ആണെങ്കിലും സ്ലോ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഡയറക്ഷനിൽ എത്തും, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തും. സോ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ആണെങ്കിലും നമ്മൾ അവിടെ എത്തും. ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ നിങ്ങൾ തിരിച്ച് ഡയറക്ഷൻ റോങ് ആയി പോയി കഴിഞ്ഞാലാണ് നിങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എത്ര എഫേർട്ട് എടുത്താലും നിങ്ങൾ ഒരിക്കലും ആ ഡെസ്റ്റിനേഷൻ എത്താൻ പോകുന്നില്ല. സോ മേക്ക് ഷുവർ വെൻ യു ബിഗിൻ യു സ്റ്റാർട്ട് വിത്ത് ദ റൈറ്റ് മെന്റർ ഓർ ദ റൈറ്റ് ഡയറക്ഷൻ. ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ബുക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നതെന്ന് പറയാം, ടൈം ടേബിൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പല ആൾക്കാരുടെയും ഗ്രാസ്പിംഗ് ലെവൽസും സ്റ്റഡിങ് കപ്പാസിറ്റീസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർക്ക് ഫുൾ ടൈം പഠിക്കാൻ പറ്റും, ചില ആൾക്കാർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും. സോ അതനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ എല്ലാം മാനേജ് ചെയ്യണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രിലിംസും മെയിൻസും ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ബാലൻസ്ഡ് അപ്രോച്ചിൽ പോകേണ്ടത്, അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ഈ എക്സാം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പ്രിലിംസ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു, പ്രിലിംസിന് ശേഷം ആണ് ഞാൻ മെയിൻസ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഉള്ളത് 80 ഡേയ്സ് ആണ്, നിങ്ങൾക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് സാധാരണ സ്റ്റുഡൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ വന്നില്ലേ, ഞാൻ പ്രിലിംസ് എങ്ങനെയും പാസ്സാവാൻ നോക്കാം. അങ്ങനെ പഠിക്കുന്നവർ ഒരിക്കലും ഈ എക്സാം പാസ്സാവില്ല, പ്രിലിംസ് പാസ്സാവില്ല. കാരണം നിങ്ങൾ മെയിൻസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു 80 ഡേയ്സ് പോരാ, നിങ്ങൾക്ക് വേണ്ട ഒരു 1 ഇയർ പ്രിപ്പറേഷൻ തന്നെ വേണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം. അതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? കോമൺ സബ്ജക്ട്സ് ഉള്ളത് പ്രിലിംസിലും മെയിൻസിലും, അതാണ് കോർ സബ്ജക്ട്സ്. അത് വെച്ചിട്ടാണ് നമ്മൾ അത് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, കണ്ട എല്ലാ പോയിന്റ്സും വലിച്ചു വാരി എഴുതി നമ്മളുടെ നോട്ട്സിൽ ആവശ്യമുണ്ടോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ടെസ്റ്റ് കൊടുക്കേണ്ടത്, പ്രിലിംസിന് എത്ര ടെസ്റ്റ് എടുക്കണം, മെയിൻസിന് എത്ര ടെസ്റ്റ് എടുക്കണം, എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം, എന്ത് അപ്രോച്ച് എടുക്കണം, ഇതെല്ലാം അതിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ ഈ ഒരു എക്സാമിന്, കാരണം ഇതൊരു ലോങ് സൈക്കിളാണ്, പ്രിലിംസ് ടു മെയിൻസ് ടു ഇന്റർവ്യൂ, അതിനു മുമ്പ് പ്രിപ്പറേഷൻ. സോ ആ ഒരു സൈക്കിൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ആ മോട്ടിവേഷൻ ത്രൂ ഔട്ട് ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്താലാണ്, ഇതൊരു സൈക്കിളാണ്, ആ സൈക്കിൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ. സോ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും, ക്ലിയർ ആയിട്ടൊരു ഡയറക്ഷൻ കിട്ടും. അത് നിങ്ങളുടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സക്സസ്. ഞാൻ പറഞ്ഞ ആ ഡയറക്ഷൻ ക്ലിയർ ആക്കുക. സോ ഇവിടുത്തെ ഫസ്റ്റ് ജോബ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡയറക്ഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ ബുക്ക് ലിസ്റ്റ് ആണ്. സോ എപ്പോഴും നമ്മൾ എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ലിസ്റ്റ് എടുക്കണം. റാൻഡം ആയിട്ട് ഇപ്പോൾ ഹിസ്റ്ററിക്ക് വേണമെന്നുണ്ടെങ്കിൽ 10-20 ബുക്സ് ഉണ്ടാവും, പക്ഷെ എനിക്ക് അത്രയും അതിന്റെ ആവശ്യമില്ല. നോർമലി ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിൽ പാറ്റേൺസ് ഏത് ഏരിയസിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുന്നത് ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരേതാണ് ഫോളോ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു ബുക്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർലി ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്, അല്ലെങ്കിൽ അതൊരു നോട്ട് പോലത്തെ ബുക്കാണ്, സ്പെക്ട്രം അല്ലെ. സോ അപ്പൊ നമുക്ക് വേണ്ടത് ആ സ്പെക്ട്രം ആണ്. മേ ബി ഒരു ബുക്കും കൂടി എക്സ്ട്രാ ഒരു റെഫറൻസിന് ബിപിൻ ചന്ദ്ര. സോ ഇത് രണ്ടുമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ്. അത് കൂടാതെ ഇഷ്ടം പോലെ ബുക്സ് മോഡേൺ ഇന്ത്യക്ക് ഉണ്ട്. മേ ബി അങ്ങനെ നിങ്ങൾ വായിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തീർക്കാനും പറ്റില്ല. സോ 20 ബുക്സോ 4 ബുക്സോ 5 ബുക്സോ ഒന്നും നമുക്കൊരു സബ്ജക്റ്റിന് വേണ്ട. മാക്സിമം 2 ബുക്ക്. ഇപ്പൊ സപ്പോസ് മോഡേൺ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട 2 ബുക്ക് എന്ന് പറയുന്നത് സ്പെക്ട്രം ഒരെണ്ണം, രാജീവ് വാഹിറിന്റെ, അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ ബൈ ബിപിൻ ചന്ദ്ര. സോ ഈ രണ്ടെണ്ണം, അതിൽ കൂടുതൽ ബിയോണ്ട് ദാറ്റ് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ കൂടുതൽ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പാരാലിസിസ് ഉണ്ടാക്കുള്ളൂ. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല, റിവിഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് 5 ബുക്കോ 10 ബുക്കോ
15 ബുക്കോ വേണ്ട, 2 ബുക്ക് മാത്രം മതി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് 8 കോർ സബ്ജക്ട്സ് ഉണ്ട്. പോളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്ട് ആൻഡ് കൾച്ചർ, കറണ്ട് അഫയേഴ്സ്, CSAT. ഇതിനെല്ലാം നിങ്ങൾ 3, 4, 5 ബുക്സ് വെച്ച് എടുക്കാന്ന് കഴിഞ്ഞാൽ 40 to 80 ബുക്സ് ആയിരിക്കും നിങ്ങളുടെ കളക്ഷനിൽ. നിങ്ങളുടെ ബുക്ക് കളക്ട് ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് വായിച്ച് തീരില്ല. ഇനി വായിച്ചാൽ പോലും റിവൈസ് ചെയ്യാൻ പറ്റില്ല. റിവൈസ് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് വായിച്ചിട്ടും കാര്യമില്ല. ഈ എക്സാമിൽ നമുക്ക് 3, 4, 5 ടൈംസ് റിവിഷന്റെ ആവശ്യമുണ്ട്. റീടെൻഷൻ വേണം, അത്രയും കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. ഒരു തവണ വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പോളിറ്റി നിങ്ങൾ ഒരു തവണ വായിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു ഫെമിലിയാരിറ്റി വരുള്ളൂ. നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒന്നും ക്ലിയർ ആവണമെന്നില്ല. സോ മൾട്ടിപ്പിൾ റീഡിങ്, മൾട്ടിപ്പിൾ റിവിഷൻസ് വേണം. അപ്പോൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. സോ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സെയിങ് എന്ന് പറയുന്നത് റീഡ് 1 book 5 times. അതായത് 5 റിവിഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്നാലാണ് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആവുള്ളൂ. എസ്പെഷ്യലി നമ്മളുടെ മിക്കവരും വരുന്നത് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും, അല്ലെ ബിടെക് ആയിരിക്കാം, മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കാം. എന്റെ സ്റ്റുഡൻസും എന്റെ മെന്റീസ് എല്ലാം ഡിഫറെന്റ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. ആരും റെയർലി 10% ആണ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അവർക്ക് പോളിറ്റിയോ ഹിസ്റ്ററിയോ എക്കണോമിയോ ഒക്കെ അറിയാവുന്നത്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ എന്റെ മെന്റീസ്, നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ സച്ചിൻ ആണെങ്കിലും നീലേഷ് ആണെങ്കിലും, സച്ചിൻ 41st റാങ്ക് ആണ്, അല്ലെങ്കിൽ നീലേഷ് 67th റാങ്ക് ആണ്. രണ്ടുപേരും IAS ഓഫീസേഴ്സ് ആണ്, രണ്ടുപേരും GS ടോപ്പേഴ്സ് ആണ്. അവർ ഫോളോ ചെയ്ത ആകെ 1, 2 ബുക്സ് ആണ് ഓരോ സബ്ജക്റ്റിനും അവർ ഫോളോ ചെയ്തേക്കുന്നത്. ഞാൻ ആ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ്, കാരണം നോർത്ത് ഇന്ത്യൻസ് ആണ്. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവർ കൂടുതലൊന്നുമില്ല, പക്ഷേ അത്രയും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പോഡ്കാസ്റ്റിൽ സച്ചിൻ, പുള്ളി 41st റാങ്ക് ആണ്, പുള്ളി പറയുന്നുണ്ട് 5000 പേജോളം നോട്ട്സ് പുള്ളി ക്രിയേറ്റ് ചെയ്തു ആ ഉള്ള ഇതിന്ന്. പക്ഷെ അത് ആൻസർ റൈറ്റിങ്ങും എല്ലാം കൂടി ചേർത്തിട്ടാണ്. അതെല്ലാം ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സ്റ്റിക്ക് ടു ലിമിറ്റഡ്, അതായത് വളരെ കുറച്ച് പക്ഷെ ഓത്തന്റിക് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സോഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, പോളിറ്റി ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മികാന്ത്, അത് മതി, അത് മാത്രം മതി ശരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് വേണമെങ്കിൽ DD ബസു, ബട്ട് ലക്ഷ്മികാന്ത് ഇസ് എനഫ്. അത് തന്നെ നിങ്ങൾക്ക് വായിച്ച് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക തീരില്ല, റിവിഷൻ ചെയ്ത് തീരാൻ ബുദ്ധിമുട്ടാണ്. സോ ലക്ഷ്മികാന്ത്, അതുപോലെ സ്പെക്ട്രം ആണ് നിങ്ങൾക്ക് ഹിസ്റ്ററിക്ക്. ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ള NCERTs മാത്രം മതി, വേറെ ഒരു ടെക്സ്റ്റിന്റെ ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ TMHന്റെ ടെക്സ്റ്റ് വാങ്ങിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കോച്ചിങ് ലിയോങ് ടെക്സ്റ്റ് വാങ്ങിക്കുക. എക്കണോമി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1, +2 NCERT, അല്ലാന്നുണ്ടെങ്കിൽ എക്കണോമിക് സർവേ, അല്ലാന്നുണ്ടെങ്കിൽ TMHന്റെ രമേഷ് സിംഗ്. എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിലും NCERT, അല്ലെന്നുണ്ടെങ്കിൽ ICSE സിലബസ്, അല്ലെന്നുണ്ടെങ്കിൽ ശങ്കർ IAS. നിങ്ങൾ ആ ചോയ്സ് എടുത്താൽ മതി. സിമിലർലി സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്ട് ആൻഡ് കൾച്ചർ, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സോഴ്സ്, അതിൽ കൂടുതൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം, മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യാൻ പറ്റണം. ഇനി അടുത്തത് ടൈം മാനേജ്മെന്റ്. സോ നമ്മളുടെ ഫസ്റ്റ് പ്രോബ്ലം ബുക്സ് ആയിരുന്നു, ബുക്ക് ലിസ്റ്റ് ആണ്. അത് നമ്മൾ ഫിക്സ് ചെയ്തു. നമ്മൾ മാക്സിമം 2 ബുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക്, അത് കഴിഞ്ഞിട്ടാണ് അടുത്തതിന്റെ റെഫറൻസിന്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താണ് അടുത്തത്? നമ്മുടെ ടൈം മാനേജ്മെന്റ്. നമുക്ക് ഈ പ്രിപ്പറേഷനിൽ വേറെ എന്ത് നമ്മൾ റാൻഡം ആയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ ഇരുന്നാലും ഓക്കെ, ഈ പ്രിപ്പറേഷനിൽ നമുക്കൊരു റാൻഡം പ്രിപ്പറേഷൻ പറ്റില്ല. ഇന്ന് നമ്മൾ കുറച്ച് വായിക്കുന്നു, നാളെ കുറച്ച് വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കൺസോളിഡേറ്റഡ് പ്രോപ്പർ സിലബസ് തന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി വേർഡ് ഓഫ് ദ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റും. സോ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പ്ലാൻ വേണം, വീക്ക്ലി പ്ലാൻ വേണം, മന്ത്ലി ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നത് വേണം, ക്വാർട്ടർലി ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നത് വേണം. സോ ഡെയിലി കഴിഞ്ഞിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യണം, വീക്ക്ലി ടെസ്റ്റ് എടുക്കണം, അതുപോലെ തന്നെ റിവൈസ് ചെയ്യണം, മന്ത്ലി ടാർഗറ്റ്സ് വേണം, അത് റിവൈസ് ചെയ്യണം. സോ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, അപ്പൊ ഞാൻ വന്ന് 18 മണിക്കൂർ 20 മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ 15 മണിക്കൂർ പഠിക്കും. ചില ദിവസങ്ങളിൽ എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല, സോ അപ്പൊ ഞാൻ പഠിക്കില്ല. അത് ഇവിടെ വർക്ക്ഔട്ട് ആവില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം, ഒരു പ്രോപ്പർ സ്ട്രക്ചർ, ഒരു വെൽ ഡിസൈൻഡ് പ്ലാൻ, വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാണ്ട് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ വർക്ക്ഔട്ട് ആവില്ല, നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ 10-15 മണിക്കൂർ വായിച്ചിട്ട് കാര്യമില്ല. ക്വാളിറ്റി ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, നല്ല പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു 5 hours to 8 hours ഡെയിലി ആണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ആണ്. പക്ഷേ ഡെയിലി അത് വേണം, ഡെയിലി ടാർഗറ്റ്സ് വേണം. ആ ടാർഗറ്റ്സ് ഫിനിഷ് ചെയ്യണം, അങ്ങനെയാണ് നിങ്ങൾക്ക് ആ സിലബസ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സ്പീഡ് ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും മെന്റൽ കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്, മെമ്മറി ഡിഫറെന്റ് ആണ്, ഗ്രാസ്പിംഗ് ലെവൽ ഡിഫറെന്റ് ആണ്. സോ ഇപ്പൊ നമ്മൾ ലക്ഷ്മികാന്ത് പോളിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. സോ അത് എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു ആദ്യത്തെ 20 പേജ് പോലും വായിച്ച് തീർക്കാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര ബ്ലൈൻഡ് ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും, പല വേർഡ്സും ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷെ ഒന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ വായിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 50 പേജ് വായിക്കാം. മൂന്നാമത് വായിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 100 പേജോ 200 പേജോ ഒക്കെ വായിക്കാം. പിന്നെ ലാസ്റ്റ് നിങ്ങൾ പരീക്ഷയോടെ അടുക്കുമ്പോഴേക്കും ഒരു ദിവസം കൊണ്ട് ആ ഒരു ബുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും.
1000 പേജോ 500 പേജോ. സോ അങ്ങനെയാണ് നമ്മളത് ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ പല ആൾക്കാർ ഡിഫറെൻ്റ് ആണ്, പല ടൈം പീരിയഡിൽ ഡിഫറെൻ്റ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും ഡിഫറെൻ്റ് ആണ്, അതും തേർഡ് അറ്റംപ്റ്റും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് പല പല ലെവലിലുള്ള ആൾക്കാരടുത്താണ്, പല പല മെമ്മറീസ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, പല പല അറ്റംപ്റ്റ് കൊടുത്ത ആൾക്കാർ. സോ നമ്മൾ മറ്റുള്ളവരുടെ സ്കെഡ്യൂളോ ടൈം ടേബിളോ കോപ്പി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ലെവലോ അവരുടെ റേഞ്ചോ കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾക്ക് നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ പൊട്ടൻഷ്യൽസും നമ്മുടെ കപ്പാസിറ്റിയും മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഓൺ പ്ലാൻ ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മളുടെ ഇതെല്ലാം നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് നമുക്കാണ് അറിയാവുന്നത്. സോ നമ്മൾ ഡെയിലി ടാർഗറ്റ്സ് വെക്കുക. ഇപ്പോൾ ലക്ഷ്മികാന്ത് ആണെന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ടോപ്പിക്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSPs എന്ന് ഞാൻ കവർ ചെയ്യും. അതുപോലെ വീക്ക്ലി ടാർഗറ്റ് വെക്കുക. അതായത് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പർ റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനുശേഷം ഒരു ടെസ്റ്റ് എടുക്കുക. അതുപോലെ മന്ത്ലി ഒരു മോക്കോ റിവ്യൂ മെന്റർ സെഷനോ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രോപ്പർ ടാർഗറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ റാൻഡം ആയിട്ട് കുറെ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുക, അവിടെ വായിക്കുക ഇവിടെ വായിക്കുക, നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. സിലബസ് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോവുക. മൈക്രോ തീംസും മാക്രോ തീംസും നിങ്ങൾക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതാണ് സെക്കൻഡ് ടൈം മാനേജ്മെന്റിൽ വരുന്നത്. സി ഒരു ടോപ്പേഴ്സും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു റാൻഡം പ്രിപ്പറേഷൻ കൂടെ ക്ലിയർ ചെയ്തിട്ടില്ല. പ്രോപ്പർ പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവും, പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടായിട്ടുണ്ടാവും, പ്രോപ്പർ അനാലിസിസ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ആ ഏരിയ അവർ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ക്ലിയർ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക് ഓൺ യുവർ പ്ലാൻ. സോ ഫസ്റ്റ് യു പ്ലാൻ യുവർ വർക്ക്, അതായത് നിങ്ങളുടെ ടാർഗറ്റും കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ആ ടാർഗറ്റിന് വേണ്ടി വർക്ക് ഓൺ യുവർ പ്ലാൻ, വർക്ക് ഓൺ ദ ടാർഗറ്റ്സ്. അങ്ങനെയാണ് നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 2-3 അറ്റംപ്റ്റ് കഴിയണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമേഴ്സിന്റെ അടുത്ത് ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ കറക്റ്റ് ചെയ്യാനായിട്ട്. സോ നിങ്ങളുടെ 1, 2, 3, 4 വർഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. മൂന്നാമത് ഓപ്ഷണൽ സബ്ജക്റ്റും GS എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളതാണ്. ഓപ്ഷണൽ സബ്ജക്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ അടുത്ത് ഓപ്ഷണൽ സോഷ്യോളജി ആണുള്ളത്, ഞാൻ പഠിപ്പിക്കുന്നത് സോഷ്യോളജിയാണ്. സോഷ്യോളജി ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ ചോദിക്കുന്നത് എത്ര സമയം ഞാൻ സ്പെൻഡ് ചെയ്യണം. കാരണം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അത് കൂടാണ്ട് അത് പഠിക്കണം. സോ ക്ലാസ് തന്നെ ഒരു 2 മണിക്കൂർ, അതിനുശേഷം അത് പഠിക്കണം, പിന്നെ GS ക്ലാസ് അത് പഠിക്കണം. സോ പാരലലി ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഓപ്ഷണൽ പഠിക്കുന്ന സമയത്ത് 2 GS പേപ്പേഴ്സ് ഒരുമിച്ച് ചെയ്യേണ്ട. ഓപ്ഷണൽ സോഷ്യോളജി, ഞാൻ സോഷ്യോളജി ചെയ്യുന്നുണ്ട്, സോഷ്യോളജി വെച്ച് പറയുന്നു. സോഷ്യോളജി പഠിക്കുന്നു പ്ലസ് ഒരു GS പേപ്പർ പഠിക്കുന്നു, പോളിറ്റി. ഓക്കെ, 2 ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ഓഫ് എനർജിയാണ്, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ഓപ്ഷണൽ പഠിത്തം കഴിഞ്ഞു എങ്കിൽ, നിങ്ങൾ ഓപ്ഷണലിന്റെ ക്ലാസ് കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു, റിവിഷൻ എല്ലാം കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 2 GS പേപ്പർ പഠിക്കാം. ഹിസ്റ്ററി അതുപോലെ പോളിറ്റി, അല്ലെങ്കിൽ ഹിസ്റ്ററി ജോഗ്രഫി നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റും. സോ ഓപ്ഷണൽ കഴിഞ്ഞതിന് ശേഷം മാത്രം 2 GS പേപ്പറിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോളിറ്റി കഴിഞ്ഞല്ലോ, പോളിറ്റി ഒരു തവണ കഴിഞ്ഞ് GS റിവിഷൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേ ബി പോളിറ്റി, ഹിസ്റ്ററി ആൻഡ് ഓപ്ഷണൽ റിവിഷന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ 2 GS ഉപയോഗിക്കുക. അല്ലാതെ ഓപ്ഷണലിന്റെ കൂടെ 2 GS പഠിക്കാൻ, ഫ്രഷ് ആയിട്ടുള്ള പഠിക്കാൻ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ല. അതായത് ഓപ്ഷണൽ പ്ലസ് ഏതെങ്കിലും ഒരു GS പേപ്പർ, ഹിസ്റ്ററി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷണൽ കഴിഞ്ഞല്ലോ, അപ്പൊ ജോഗ്രഫി ആൻഡ് പോളിറ്റി, അപ്പൊ കോംബോ നിങ്ങൾക്ക് 2 GS കോംബോ, അതായത് കോംബോ ഉണ്ടാക്കുക. ഓപ്ഷണൽ പ്ലസ് GS കോംബോ. ആ ഓപ്ഷണൽ കഴിഞ്ഞു കഴിഞ്ഞാൽ GS പ്ലസ് GS കോംബോ. ഓപ്ഷണൽ പ്ലസ് GS വരുത്തരുത്. മനസ്സിലായല്ലോ? സോ ആദ്യം നിങ്ങൾ സിലബസ് ഫുൾ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. സോ ഒരു GS പേപ്പർ ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസർ റൈറ്റിംഗ് തുടങ്ങണം. ആദ്യം ഫിനിഷ് ചെയ്തതിന് ശേഷം മതി എന്ന് പറയാൻ കാരണം, പലരും പറയും നിങ്ങൾ ഫസ്റ്റ് ടോപ്പിക് ഫണ്ടമെന്റൽ റൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ലക്ഷ്മികാന്ത് വായിക്കുന്നത്, വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആൻസർ എഴുതാൻ നിങ്ങൾ ഭയങ്കര ബ്ലൈൻഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കോൺഫിഡൻസും പോകും, നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു റീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ഫെമിലിയർ ആയി, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, പിന്നെ നിങ്ങൾ ആൻസർ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. സോ ഒരു ഫസ്റ്റ് ഓഫ് ആ ഒരു റീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മതി ആൻസർ റൈറ്റിംഗ് ചെയ്യൽ. അതായിരിക്കും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. 6 months നിങ്ങൾ ഇതുപോലെ, അതായത് ഒരു GS പേപ്പർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ഡെയിലി 2-3 ആൻസർ, ഒരു ആൻസർ എഴുതാനായിട്ട് 8 to 10 minutes, 3 ആൻസർ എഴുതാൻ ഡെയിലി വേണ്ടത് 30 minutes ആണ്. നിങ്ങൾ 30 minutes സ്പെൻഡ് ചെയ്താൽ മതി ഡെയിലി ആൻസർ റൈറ്റിങ്ങിന്. അങ്ങനെ നിങ്ങൾ ഒരു 6 മാസം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 180 days 3 ആൻസർ വെച്ച് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 540 നിങ്ങൾ ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 to 20 ആക്ച്വൽ ടെസ്റ്റ് എടുക്കുന്നതിന് ഈക്വൽ ആണ്. അത്രയും
നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. സോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അല്ലാതെ ഒരു ദിവസം ഞാൻ ഇരുന്ന് 10-20 ക്വസ്റ്റ്യൻ എഴുതി അങ്ങനെ 10 ദിവസം കൊണ്ട് ഞാൻ 200 ക്വസ്റ്റ്യൻ എഴുതുന്നതിലും ഞാനത് ഒരു 70 ദിവസം 3 ക്വസ്റ്റ്യൻ വെച്ച് 200 ക്വസ്റ്റ്യൻ എഴുതുന്നതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ. കാരണം എൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ഡെയിലി എനിക്ക് ഇംപ്രൂവ്മെന്റ് വിസിബിൾ ആയിരിക്കും. ഡെയിലി എൻ്റെ നോളജ് ഇംപ്രൂവ് ചെയ്യുന്നു, ഡെയിലി എൻ്റെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു. പക്ഷെ ഒരുമിച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മളത് ഡീമോട്ടിവേറ്റഡ് ആവും. നമുക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എനിക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. എനിക്ക് പീക്ക് ഓഫ് ദ മോട്ടിവേഷൻസ് അല്ല വേണ്ടത്. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി ആണ് എപ്പോഴും ഇന്റൻസിറ്റിനേക്കാളും ബെറ്റർ. കൺസിസ്റ്റൻസി ആണ് എപ്പോഴും ആ ഒരു സഡൻ മോട്ടിവേഷനേക്കാളും ബെറ്റർ. ആ പീക്സ് അങ്ങനെ പോയി പിന്നെ തിരിച്ചു വന്നു അങ്ങനെ അത് വേണ്ട. എനിക്ക് ഈ ഒരു കർവാണ്, ആ ഒരു ഗ്രാഫാണ് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട്. പിന്നെ ക്വസ്റ്റ്യൻ അടുത്തത് കറണ്ട് അഫയർ. ഫസ്റ്റ് ടൈം ബിഗിനേഴ്സ് വരുമ്പോൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് അല്ല, അത് നോർമലി ഹാപ്പൻ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ഇതുവരെ ഹിന്ദു വായിച്ചിട്ടുണ്ടാവില്ല. ഹിന്ദു വായിക്കാൻ തുടങ്ങുന്നത്, ഹിന്ദു വായിക്കുമ്പോൾ നിങ്ങൾ 3-4 hours ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർ എടുക്കുന്നത്. സോ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. അത് തുടക്കത്തിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. നിങ്ങൾ അത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കണം. അതെങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ടാവും, അത് വായിക്കുക. എഡിറ്റോറിയൽ വായിക്കുക. ഇന്റർനാഷണൽ പേജിൽ കാണുന്നത് വായിക്കുക. എക്കണോമിക് പേജിൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സോ ഇത്രയും കാര്യങ്ങൾ എഡിറ്റോറിയൽ നല്ലതായിട്ട് ഫോക്കസ് ചെയ്ത് വായിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ ഇനീഷ്യൽ ഫേസിൽ ആദ്യത്തെ ഒരു 3 months പ്രിപ്പറേഷനിൽ നിങ്ങൾ കവർ ചെയ്യാൻ പറ്റണം. അതിൽ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. കാരണം 3 എഡിറ്റോറിയൽസ് വായിക്കണം, 2-3 ന്യൂസ് വായിക്കണം. 1 മണിക്കൂർ തന്നെ മതി, 1.5 മണിക്കൂർ വേണ്ട. പിന്നീട് ഇനിയിപ്പോ ചില ആൾക്കാർ 3 ന്യൂസ് പേപ്പർ വായിക്കും, പിന്നെ 10 PDF വായിക്കും, കുറെ മാഗസിൻസ് വായിക്കും. ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത സമയത്ത് ഞാൻ വായിക്കുന്നത് ഹിന്ദു വായിക്കും, ചിലപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരെണ്ണം കൂടി എഡിറ്റോറിയൽസ് വായിക്കും. പ്ലസ് ഏതെങ്കിലും ഒരു ബിസിനസ് മാഗസിൻസ്, ഒരു എക്കണോമിക് ടൈംസോ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റാൻഡേർഡോ ആ ഒരു സൈഡിൽ എക്കണോമിക്ക് വേണ്ടിയിട്ട് വായിക്കും. സോ അത്രയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു മറ്റുള്ളവരുടെ വർക്ക് ലെവറേജ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് PDFs ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് മന്ത്ലി PDFs ഇപ്പൊ ഞാൻ തന്നെ നമ്മുടെ മെന്റീസിനെല്ലാം പ്രൊവൈഡ് ചെയ്യും. സോ ആ മാസം നടന്ന കാര്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് മാത്രം ക്യാപ്സ്യൂൾ ഫോമിൽ നിങ്ങൾ പഠിച്ചാൽ മതി. കൂടുതലൊന്നും നിങ്ങൾക്ക് അവിടെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. 4 മണിക്കൂർ വേസ്റ്റ് ആണ്. സോ 3 മാസത്തിന് ശേഷം നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ആകെ നോക്കുന്നത് ഫ്രണ്ട് പേജ്, പിന്നെ എഡിറ്റോറിയൽ, മേ ബി ഇന്റർനാഷണൽ പേജ്. അത് 1/2 മണിക്കൂറിൽ തീർക്കണം. കാരണം നമ്മുടെ കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെസ്റ്റ് സീരീസ് വഴിയും അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് വഴിയായിരിക്കും. ക്യാപ്സ്യൂൾ ഫോമിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. ടെസ്റ്റ് സീരീസിൽ ഞാൻ കൊടുക്കുന്നത് 15 മാസത്തെ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, 12 മാസത്തെ ക്വസ്റ്റ്യൻസ് ആണ് അവർ സാധാരണ ചോദിക്കാറ്. എന്നാലും നമ്മൾ 15 മാസത്തെ കറണ്ട് അഫയേഴ്സ് 15 ടെസ്റ്റ് ആയിട്ട് ഓരോ മാസം വെച്ച് നമ്മൾ കവർ ചെയ്യും, 100 ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു 5 ടെസ്റ്റിൽ ഈ 15 മാസത്തെയും ഒരുമിച്ച് അങ്ങനെ 200 ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് 2000 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2000 ടോപ്പിക്സ് കവർ ചെയ്യും. ആ ഒരു വർഷത്തെ എല്ലാ ടോപ്പിക്സും അതിൽ കവർ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ വെറുതെ ന്യൂസ് പേപ്പർ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു ന്യൂസ് പേപ്പർ വായിക്കുക, ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസോ, ഹിന്ദു പ്രിഫറബിളി ഒരു 1/2 മണിക്കൂർ നോട്ട്സ് എഴുതിയെടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് എഴുതിയെടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു മന്ത്ലി മാഗസിൻ, അത് നമ്മൾ തരുന്നുണ്ടില്ല എന്നുണ്ടെങ്കിൽ വിഷൻ അല്ലെങ്കിൽ ഫോറം IAS അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാഗസിൻ എടുക്കുക. ഈ മാഗസീനിൽ എന്തെങ്കിലും പുതിയ ഫാക്ട്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ഹാൻഡ് റിട്ടൺ നോട്ടിൽ അപ്ഡേറ്റ് ചെയ്യുക. ഹാൻഡ് റിട്ടൺ നോട്ട് എന്ന് പറയാൻ കാരണം എപ്പോഴും റിവൈസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം നിങ്ങൾ മെന്റലി കണക്റ്റഡ് ആയിരിക്കുന്നത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ എഴുതിയ ആ ഒരു നോട്ടിലായിരിക്കും. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ്ലി നമ്മൾ കമ്പൈലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ 99% നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നിങ്ങളുടെ നോട്ട്സിനേക്കാളും എപ്പോഴും ബെറ്റർ ക്വാളിറ്റി മറ്റതിനായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കണക്റ്റിംഗ് കൂടുതൽ നിങ്ങളുടെ നോട്ട്സിനോടായിരിക്കും. ഓക്കെ, സോ റിയൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് അഫയേഴ്സ് എപ്പോഴും നിങ്ങളുടെ സ്റ്റാറ്റിക് ടോപ്പിക്കായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒരു ഗവർണറിനെ പറ്റി ഒരു ന്യൂസ് കാണുന്നു, അല്ലെങ്കിൽ കൺട്രോളർ ഓഡിറ്റർ ജനറലിനെ പറ്റി ന്യൂസ് കാണുന്നു. നമ്മളവിടെ പോളിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് പഠിച്ചേക്കുന്നത്, ഗവർണർ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്, ഗവർണറുടെ പവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗവർണർ എങ്ങനെയാണ് പൊസിഷൻസ് യൂസ് ചെയ്യേണ്ടത്, അത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ അറിയണം. അപ്പോൾ അത് ന്യൂസിലുണ്ട്, പ്രിലിംസിൽ കോൺസെപ്ച്വലി ചോദിക്കാം, മെയിൻസിൽ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ നിങ്ങൾ ലിങ്ക് ചെയ്യാൻ പറ്റണം. വെറുതെ ഡേറ്റയും ഫാക്സും കളക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, ഇതെല്ലാം ലിങ്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ആൻസർ റൈറ്റിംഗ്. ഞാൻ പറഞ്ഞല്ലോ, യു ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അറ്റംപ്റ്റുകാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രിലിംസിന് ശേഷം തുടങ്ങാമെന്ന് വെക്കും. പ്രിലിംസ് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങും എന്നാണ്. അത് തെറ്റായ പ്ലാൻ ആണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിൻസിലേക്ക് പ്രിലിംസ് എന്നുള്ള ഡേയ്സ് എന്ന് പറയുന്നത് 80 ദിവസമേ ഉള്ളൂ. ആ 80 ദിവസത്തിൽ നിങ്ങൾക്ക് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒന്നും പഠിക്കാനേ പറ്റില്ല, രണ്ട് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല.
ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 6 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്താൽ 15 പേപ്പേഴ്സ് അല്ലെങ്കിൽ 540-600 ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. സഡൻ ഇംപ്രൂവ്മെന്റ് ഒന്നും നമുക്ക് ഉണ്ടാവാൻ പറ്റില്ല, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. സോ സ്റ്റാർട്ട് ഏർലി. ദിവസം 2-3 ആൻസർ എഴുതുക, 30 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ എഴുതുക, ഓക്കെ, അല്ലെങ്കിൽ എഡിറ്റോറിയലിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണെടുത്ത് എഴുതുക. സോ 6 മാസം കൊണ്ട് നിങ്ങൾ ഒരു 500-600 ആൻസർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 20-30 ടെസ്റ്റ് എഴുതുന്നതിന് 600 ആൻസർ എഴുതുന്ന വിചാരിക്കും, 20-30 ടെസ്റ്റ് എഴുതിയതിന് ഈക്വൽ ആണ്. സോ ഇതാണ് നിങ്ങളുടെ സൈക്കിള്. നിങ്ങൾ വായിക്കുക, അത് റീകോൾ ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, റിവൈസ് ചെയ്യുക, അതിനുശേഷം എഴുതുക, അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി സെൽഫ് ഇവാലുവേഷൻ ടഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററിന്റെ അടുത്തോ കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആരും മെന്റർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെന്റേഴ്സിനെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും ആൻസർ എഴുതുമ്പോൾ. അതായത് നമുക്കൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ വേണം. ആ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് പോലെ ആയിരിക്കണം. അതുപോലെ ബോഡി, അതിൽ എങ്ങനെ സബ് ഹെഡിങ്സ് എഴുതണം, ആ സബ് ഹെഡിങ്ങും ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കണം. ഏതൊക്കെ പോയിന്റ്സ് എഴുതണം. ഇനി ഡയഗ്രാം വരാൻ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ജോഗ്രഫി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയഗ്രാംസ് വരയ്ക്കണം. കൺക്ലൂഷൻ, അഗെയിൻ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻ വേണം. വേ ഫോർവേഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആൻസർ സ്ട്രക്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെയാണ് UPSC എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മളുടെ തന്നെ ഇംഗ്ലീഷ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ റൈറ്റിംഗ് ചെയ്യാം, ഓരോ UPSC കീവേഡ്സും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ കൺസിസ്റ്റൻസി വേണം ആൻസർ റൈറ്റിംഗിൽ. പീക്ക് ഓഫ് മോട്ടിവേഷൻസ് അല്ല വേണ്ടത്, ഇന്റൻസിറ്റിനേക്കാളും കൂടുതൽ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഏറ്റവും വലിയ പ്രശ്നം പ്രിലിംസിലാണ് ഏറ്റവും കൂടുതൽ പേര് വീഴുന്നത് അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്തത്. സോ നമ്മൾ മെയ്യിലാണ് പ്രിലിംസ് വരുന്നത് അല്ലെ. സോ മെയ് ലാസ്റ്റ്. അപ്പൊ നമ്മൾ ഡിസംബർ വരെ നമ്മൾ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിരിക്കും. ഡിസംബറിന് ശേഷം നമ്മൾ പ്രിലിംസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അതിൽ തന്നെ നമ്മൾ ഓൾറെഡി ഒരു കോർ ഏരിയാസ് ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമി അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവിഷൻസ്, മോക്ക് ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സ് ഇന്റഗ്രേഷൻ അല്ലെ. ഈ ടോപ്പിക്കെല്ലാം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതിന് ശേഷം, അതുകൊണ്ടാണ് നമ്മളുടെ ടെസ്റ്റ് സീരീസിലേക്ക് വരുമ്പോൾ നമ്മൾ 40 ടെസ്റ്റ് ആണ് കൊടുക്കുന്നത്. ആ 40 ടെസ്റ്റ് കൊണ്ട് 4000 ടോപ്പിക്ക് കഴിയും. അത് സിലബസിലുള്ള ഈച്ച് ആൻഡ് എവറി മൈക്രോ തീംസ് അടക്കം കവർ ചെയ്തിട്ടുണ്ടാവും. UPSCയുടെ അതേ പാറ്റേണിൽ, UPSCന് ചോദിക്കാൻ പോസിബിൾ ആയിട്ടുള്ള പാറ്റേണിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അവിടെ നിങ്ങൾക്ക് ഈ 40 മോക്ക് ടെസ്റ്റ് നിങ്ങൾ ജാൻ തുടങ്ങി മെയ് വരെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും പ്രിലിംസിൽ. നിങ്ങൾ പ്രിലിംസിൽ പിന്നെ ഡിഫിക്കൽട്ട് ആവുന്ന ഒരു ചാൻസും ഇല്ല. അത് കൂടാതെ CSAT നിങ്ങൾ ഒരു 4-5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ CSAT നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അതിൽ നിന്ന് നിങ്ങൾ പാറ്റേൺസ് മനസ്സിലാക്കണം. നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്, മാത്ത് അറിയാവുന്നവരാണെന്ന് വിചാരിച്ച് ഇരിക്കരുത്. CSAT സീരിയസ്ലി എടുക്കണം. കാരണം കുറെ പേര് അവിടെ പോകുന്നുണ്ട്. പാറ്റേൺസ് കോൺസെപ്ച്വൽ ആണ്, അത് ഫോർമുലയോ അല്ലെങ്കിൽ മാത്തോ ഒന്നും അല്ല, കോൺസെപ്ച്വൽ ആണ്. സോ ചില ആൾക്കാർ അവിടെ സ്റ്റക്കായി പോകും. നിങ്ങൾ മാത്സ് ആണ്, ഫോർമുലയാണ്, നമ്പർ ആണ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത് കോൺസെപ്ച്വൽ ആണ്. നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പോയി. സോ ചാൻസ് എടുക്കരുത്. പിന്നെ നോട്ട് മേക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് വലിച്ചു വാരി എല്ലാം നോട്ട് എടുക്കേണ്ട. എല്ലാവരും ഞാൻ കാണുന്നുണ്ട് വായിക്കുന്നതെല്ലാം നോട്ട് എഴുതുന്നു. അതിന്റെ എന്താണ് ആവശ്യമുള്ളത്? അത് ഓവർ ഡൂയിങ് ആണ്, അത് ഹാർഡ് വർക്ക് ആണ്, സ്മാർട്ട് വർക്ക് അല്ല. സ്മാർട്ട് വർക്ക് ആണ് ഇവിടെ വേണ്ടത്. സോ ഡോൺ റീറൈറ്റ് ദ ബുക്സ്. ലക്ഷ്മികാന്തോ സ്പെക്ട്രോ അത് നോട്ട് പോലെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൺസൈസ് സമ്മറി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതായത് ലക്ഷ്മികാന്ത് എന്നുള്ള എൻറ്റയർ ടെക്സ്റ്റ് ഞാൻ എനിക്കൊരു 100 പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ 1000 പേജുള്ള ബുക്ക് എനിക്കൊരു 100 പേജിലേക്കോ അല്ലെങ്കിൽ 25 പേജിലേക്കോ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ 100 പേജുള്ള സാധനം ഒരു 25 പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ച നോട്ട് മേക്കിംഗ് പറയുന്നത്. ഇനി മെയിൻസ് ആണെന്നുണ്ടെങ്കിൽ കോൺസെപ്ച്വലും അനലിറ്റിക്കൽ ആയിട്ടുള്ള നോട്ട്സ് മേക്കിംഗ്, പ്രിലിംസ് ആണെന്നുണ്ടെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള നോട്ട്സ് മേക്കിംഗ്. രണ്ടും പാരലലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കറണ്ട് അഫയേഴ്സ് വെച്ച്. ഓൾഡ് നോട്ടും ന്യൂ നോട്ട്സും നിങ്ങൾ പീരിയോഡിക്കലി മേർജ് ചെയ്യണം, റിഫൈൻ ചെയ്യണം, റിവൈസ് ചെയ്യണം, കംപ്രസ് ചെയ്യണം. അത് നിങ്ങളെ എപ്പോഴും ഈസി റിവിഷന് ഹെൽപ്പ് ചെയ്യും. ഈസി റിവിഷൻ എന്ന് പറയുന്നത് ഷാർപ്പ് റീകോൾ ആണ്. റിവൈസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. റിവിഷൻ ആണ് റിയൽ ഗെയിം ചേഞ്ചർ. അതാണ് അടുത്ത പോയിന്റ്. എല്ലാവരും എല്ലാം വായിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാവരും വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ എന്റെ റീഡിംഗ് റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും 100-150 പേര് ഇരുന്ന് പഠിക്കുന്നുണ്ട്. സോ എല്ലാവരും എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാവർക്കും എല്ലാം മെറ്റീരിയൽ ഉണ്ട്, എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട് അല്ലേ. പക്ഷേ റിവിഷൻ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ആ ഒരു 1% ഡിഫറൻസ് വരുന്നത്. റിവിഷൻ ഫേസ് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ ടെസ്റ്റ് സീരീസിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആണെങ്കിൽ ആ 40 ടെസ്റ്റോ അല്ലെങ്കിൽ എന്താണെങ്കിലും ആ ഒരു ടെസ്റ്റ് സീരീസിൽ ഒരു സ്കെഡ്യൂൾ ഉണ്ടല്ലോ. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പോളിറ്റി ആണെന്നുണ്ടെങ്കിൽ പോളിറ്റി സെക്ഷൻ വൈസ് ഉണ്ടാവും. അപ്പോൾ ഒരു 3 ടെസ്റ്റ് കൊണ്ടായിരിക്കും പോളിറ്റി തീരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് റിവിഷൻ പ്ലാൻ ചെയ്യാം. അപ്പോൾ പോളിറ്റി തീർന്നതിന് ശേഷം എൻറ്റയർ പോളിറ്റി ടെസ്റ്റ് ഉണ്ടാവും, കോംപ്രിഹെൻസീവ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫുൾ പോളിറ്റി റിവിഷൻ ചെയ്യാം. അതുപോലെ ഹിസ്റ്ററി
3 സെക്ഷൻ ആയിരിക്കും ആ ഹിസ്റ്ററി തീരുന്നത്. അതായത് 1773 ടു 1857, 1857 ടു 1905, 1905 ടു 1947, അങ്ങനെയായിരിക്കും നമ്മൾ 3 ഫേസിൽ കവർ ചെയ്യുന്നത്. അതിനുശേഷം ഒരുമിച്ച്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് റിവിഷൻ പ്ലാൻ ചെയ്യാം. അപ്പൊ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും 3 4 പറ്റിയാൽ 5 റിവിഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഈ ഫോർഗെറ്റിംഗ് കർവ് നിങ്ങൾ ഓർക്കെപ്പോഴും ഒന്നാമത്തെ റീഡിങ്ങിൽ യുനോ അത് നിങ്ങൾ അധികം ഒന്നും റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനൊന്നും പറ്റില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. പക്ഷെ 3 4 റിവിഷൻ കഴിയുമ്പോൾ അത് പെർമനന്റ് മെമ്മറിയിലേക്ക് അത് വരും. അതങ്ങനെയാണത്. സോ നമ്മുടെ സൈക്കിൾ ഇതാണ്: വായിക്കുക, റിവൈസ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, ടെസ്റ്റ് എടുക്കുക, അനലൈസ് ചെയ്യുക, എവിടേക്കാണ് മിസ്റ്റേക്ക് ഒരു എറർ ലോഗ് ഉണ്ടാക്കുക, പിന്നെയും റിവൈസ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. റീഡ്, റിവൈസ്, ടെസ്റ്റ്, അനലൈസ്, എന്താണ് മിസ്റ്റേക്ക്, റിവൈസ് അഗൈൻ. ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പരീക്ഷ പാസ്സാവുന്നവരെ. പിന്നെ ടെസ്റ്റ് എടുക്കുന്നത് ഏറ്റവും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഒരു പർപ്പസ് ഉണ്ടാവണം. അല്ലാതെ വെറുതെ പോയി റാൻഡം ടെസ്റ്റ് എടുക്കരുത്. റിവിഷൻ ഇല്ലാണ്ട് ടെസ്റ്റ് എടുക്കരുത്. കാരണം നിങ്ങൾ ചിലപ്പോൾ റിവിഷൻ ഇല്ലാണ്ട് ഞാൻ പോയി ടെസ്റ്റ് എടുത്തു, ചിലപ്പോൾ ലക്കിന് നിങ്ങൾക്ക് ഹൈ സ്കോർ കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് പറ്റും? ഓവർ കോൺഫിഡന്റ് ആവും. നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ റിവിഷൻ എടുക്കില്ല. അല്ല, ഞാൻ പോയി റിവിഷൻ ഇല്ലാണ്ട് ടെസ്റ്റ് എടുത്തു, എനിക്ക് ഭയങ്കര ലോ സ്കോറിംഗ് ആയി, എന്റെ എല്ലാ മോട്ടിവേഷനും പോയി, കംപ്ലീറ്റ്ലി ഡീമോട്ടിവേറ്റഡ് ആയി. രണ്ടും ഡേഞ്ചറസ് ആണ്. ഹൈ സ്കോർ കിട്ടിയാലും ലോ സ്കോർ കിട്ടിയാലും റിവിഷൻ ഇല്ലാണ്ട് ഒന്ന് ഓവർ കോൺഫിഡൻസ് ആവും അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവും. രണ്ടും ഡേഞ്ചറസ് ആണ്. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് എല്ലാ മോക്ക് ടെസ്റ്റിന് മുമ്പും പ്രിപ്പയർ ആയിട്ട് ഈ പറഞ്ഞ 40 ടെസ്റ്റും നിങ്ങൾ പ്രിലിംസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. ഏത് അക്കാഡമിയിലാണോ പഠിക്കുന്നത്, ഏത് മെന്ററിന്റെ കീഴിലാണോ, എന്താണെങ്കിലും സെൽഫായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു മെന്ററിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാഡമിയിൽ ടെസ്റ്റ് സീരീസിന് മാത്രമെങ്കിലും ചെയ്യുക, അല്ലേ? എന്നിട്ട് മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ടെസ്റ്റിൽ വരുന്നത്. ചിലപ്പം 9th ക്വസ്റ്റൻ ആയിരിക്കും ഞാൻ വായിക്കുന്നതും എനിക്ക് അതിന്റെ ആൻസർ അറിയാം, മാർക്ക് ചെയ്യുന്നത് OMR 10th എന്നുള്ളത് മാർക്ക് ചെയ്യും, പോയില്ലേ? അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് എന്നായിരിക്കും ചോദിച്ചേക്കുന്നത്, കറക്റ്റ് എന്നായിരിക്കും നിങ്ങൾ റീഡ് ചെയ്യുന്നത്, അതേ ഓപ്ഷനും ഉണ്ടാവും, നിങ്ങൾ മാർക്ക് ചെയ്തത് തീർന്നില്ല, നമുക്ക് അറിയാം, എന്നാലും തെറ്റിച്ചില്ലേ? സോ മിസ്റ്റേക്സ് എന്തൊക്കെ ഉണ്ടാവും വെച്ചാൽ മാർക്ക് ചെയ്യുക, നോട്ട് ചെയ്യുക, എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ആ വീക്ക് ഏരിയാസ് നിങ്ങളുടെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. അതുപോലെ ബ്ലൈൻഡ് ഗസ് ഒഴിവാക്കിയിട്ട് എപ്പോഴും നമുക്ക് ആക്യുറസി അനലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്യുറസി ഇംപ്രൂവ് ചെയ്യും. നമുക്കൊരു 70 to 80% ആക്യുറസി പ്രിലിംസിൽ വേണം. നമ്മൾ ടോപ്പേഴ്സ് നോക്കിയാൽ പോലും 45 to 50% ക്വസ്റ്റ്യൻസ് മാത്രമേ അവർക്ക് ഉറപ്പായിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇന്റലിജന്റ് എലിമിനേഷൻ ആണ്. ഇന്റലിജന്റ് എലിമിനേഷൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് നോളജ് വേണം, ആ സ്കില്ലും വേണം. ആ സ്കില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എടുക്കണം, നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ വായിക്കണം, റിവൈസ് ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് വായിക്കുക, റിവൈസ് ചെയ്യുക, ടെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത്. ആ എലിമിനേഷൻ സ്കില്ല് ടെസ്റ്റ് എന്നേ കിട്ടുള്ളൂ. നോളജ് എവിടെ നിന്ന് കിട്ടുന്നത്? വായിക്കുന്നതെന്നേ കിട്ടുള്ളൂ. രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമുക്ക് ബാക്കിയുള്ള ഒരു 60 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടത്. ഫസ്റ്റ് 40 നിങ്ങൾക്ക് ഷുവർ ആയിരിക്കും. ഫസ്റ്റ് 40 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 40 ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതായിരിക്കും. ഇനി സൈക്കോളജി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരു അക്കാഡമിക് എക്സാം അല്ല. അക്കാഡമിക് എക്സാം അല്ല എന്ന് പറയില്ല, അക്കാഡമിക് എക്സാം മാത്രമല്ല, മെന്റൽ എക്സാം ആണ്. മെന്റൽ ടഫ്നെസ് നിങ്ങൾക്ക് അത്രയും വേണം. നിങ്ങൾ ആ ഒരു യുനോ രീതിയിലായിരിക്കണം ഈ സൈക്കിൾ പ്ലാൻ ചെയ്യേണ്ടത്. മോക്സ് എല്ലാം സീരിയസ് ആയിട്ട് എടുക്കണം. ആ ഒരു യുനോ ആക്ച്വൽ എക്സാമിന്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് മോക്സിൽ സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ മോക്ക് ഒരു പർപ്പസ്ഫുള്ളി എടുക്കണം എന്ന് പറയുന്നത്. അതിൽ ഫെയിൽ ആയാലും ഓക്കെയാണ്, കാരണം നിങ്ങൾ മോക്കിലാണ് ഫെയിൽ ചെയ്യുന്നത്, ഫൈനലല്ല. ഫൈനലിൽ നിങ്ങൾ വിജയിച്ചാൽ മതി. സോ ഗോൾ എപ്പോഴും ആ ഒരു നമ്മുടെ നെർവ്സിനെ ട്രെയിൻ ചെയ്യുക. ഞാൻ ഒരു ആക്ച്വൽ എക്സാം എടുക്കുന്നത് ഇങ്ങനെയാണ്. സോ ആ ദിവസം ഒരു സർപ്രൈസിങ് ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ്. ആ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ 40 ടെസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, റിയൽ സെനാരിയോയിൽ എഴുതി പോയി കഴിഞ്ഞാൽ, ആ ഒരു ആക്ച്വൽ ഡേ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് അനദർ ഡേ. ഓക്കെ. ഇനി മോട്ടിവേഷൻ, കൺസിസ്റ്റൻസി, ബേൺ ഔട്ട്, ഡൗട്ട്, ലോ മോട്ടിവേഷൻ, ഇതെല്ലാം നോർമലാണ്. ഇതെല്ലാവർക്കും എപ്പോഴും സംഭവിക്കും. കുറെ പഠിക്കും, പിന്നെ ലോ മോട്ടിവേഷൻ ആവും, ഡൗട്ട്സ് വരും, ബേൺ ഔട്ട്സ് ഉണ്ടാവും. സോ നമുക്ക് ഔട്ട്സൈഡ് മോട്ടിവേഷൻ ഒന്നും വേണ്ട. നിങ്ങളെ തന്നെ എപ്പോഴും റിമൈൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്തോ, ഇതെല്ലാം ഞാൻ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. അല്ല, ഈ പ്രിപ്പറേഷൻ എന്തിനാണ്? അപ്പൊ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിക്കോളും. സോ UPSC സക്സസിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ബോറിംഗ് കൺസിസ്റ്റൻസിയാണ്. ചിലപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ആ ഒരു ഫേസ് ലൈഫിൽ നിങ്ങൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വിരാട് കോഹ്ലി പറഞ്ഞിട്ടുണ്ട്, ബി ബോറിംഗ്, ഫോളോ യുവർ പ്രോസസ്. കാരണം ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും പ്രോസസ്, പക്ഷേ റിസൾട്ട് ഉണ്ടാവും. വിരാട് കോഹ്ലിയുടെ ഡയറ്റ് കണ്ടിട്ടില്ലേ? വെറുതെ ലീവ്സും വെജിറ്റബിൾസും മാത്രമേ കഴിക്കുള്ളൂ. ബോറിംഗ് ആണ്, ബട്ട് പ്രോസസ് ഫോളോ ചെയ്യുക, റിസൾട്ട് ഉണ്ടാവും. പഴയ കോഹ്ലിയുടെ ഫിറ്റ്നസും ഇപ്പോഴത്തെ കോഹ്ലിയുടെ ഫിറ്റ്നസും കണ്ടിട്ടില്ലേ? സോ നിങ്ങൾ ആ സ്കെഡ്യൂൾ തന്നേക്കുന്നത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ പ്ലാനിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം, കോൺഫിഡൻസ് വേണം. എല്ലാ ടോപ്പേഴ്സിനും
സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ സെയിം ട്രേറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്? കൺസിസ്റ്റൻസി. അവസാനം വരെ ആ കൺസിസ്റ്റൻസി അവിടെ ഉണ്ടായിട്ടുണ്ട് 99% ആൾക്കാർക്ക്. സോ നിങ്ങൾ ഒരു പ്ലാൻ ബിയിലേക്കോ അങ്ങനെ ആലോചിക്കേണ്ട, സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോക്കസ് ഓൺ ടുഡേസ്. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇവിടെ? ബുക്ക് ലിസ്റ്റിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ലിമിറ്റഡ് ആയിരിക്കണം, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, ഒന്നോ രണ്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൺ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അതുപോലെ ബാലൻസ് ചെയ്യണം ഓപ്ഷണലും GS തമ്മിൽ. പിന്നെ ന്യൂസ് പേപ്പർ ഏതെങ്കിലും ഒരെണ്ണം, ഹിന്ദു പ്ലസ് 1 മാഗസിൻ, അത് മതി എല്ലാം കവർ ചെയ്യാനായിട്ട്. 2-3 ആൻസേഴ്സ് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം എനിക്ക് ഇന്റൻസിറ്റി അല്ല വേണ്ടത്, കൺസിസ്റ്റൻസി ആണ്. പ്രിലിംസിന് ശേഷമല്ല ആൻസർ എഴുതേണ്ടത്, പ്രിലിംസിന് മുമ്പേ ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ടാവണം. 600 ആൻസർ എങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം 6 മന്ത്സിൽ. പ്രിലിംസ് പ്രിപ്പറേഷൻ നമ്മൾ മിഡ് ഓഫ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യും. 3, 4, 5 ടൈംസ് റിവൈസ് ചെയ്യാൻ പറ്റണം. 40 ടെസ്റ്റ് എങ്കിലും നിങ്ങൾ എടുക്കണം വിത്ത് പ്രോപ്പർ അനാലിസിസ്. സൈക്കോളജി, ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി കാം ആയിരിക്കുക, പേഷ്യൻ്റ് ആയിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. സോ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അത് നിങ്ങളുടെ ടഫസ്റ്റ് ഫേസ് ആണ്. പക്ഷേ അത് ട്രാൻസ്ഫോമിങ് ഫേസ് ആണ്. അത് നിങ്ങൾ പഠിച്ചതും വളരുന്നതും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത്ര എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ടൈമാണ്. സോ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 2026 എന്ന് പറയുന്നത് നിങ്ങൾ ഈ എക്സാം പ്രിലിംസ് മാത്രമല്ല, നിങ്ങൾ മെയിൻസും ക്രാക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റർഷിപ്പോ കാര്യങ്ങളോ ക്ലാസ്സസോ ഹെൽപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. സീ യു.